എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നൊരു ഷിംഗിൾസിൻ്റെ വർക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പല ആളുകളും നമ്മളുടെ ചോദിക്കാറുണ്ട് ഷിംഗിൾസിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ്. പല ആൾക്കാർക്കും സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഷിംഗിൾസിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ്. ഇത് ഷിംഗിൾസ് വർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ചെയ്യാൻ സംശയങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നമ്മളിപ്പോൾ ബോർഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ കണ്ടറിയാൻ പറ്റും. ട്യൂബ്, മെയിൻ ട്യൂബ് 4x2 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 4x2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 4 അടിയാണ് നമ്മുടെ വി ബോർഡ് വരുന്നത്. 8x4 സൈസ് വരുന്നത്. അപ്പോൾ 4 അടിക്ക് കൃത്യം സെൻറ്റർ വരുന്ന രീതിയിലാണ് ഡ്രസ്സ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ പർലിങ് അടിക്കേണ്ടത്. പർലിങ് ഒന്ന് കാണിക്കും. പർലിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 അടി ഗ്യാപ്പിലാണ് പർലിങ് കൊടുത്തിരിക്കുന്നത്. അത് 2 അടിക്ക് ഫസ്റ്റത്തെ ഒരു 2 ഇഞ്ചോളം വി ബോർഡ് പ്രൊജക്ഷൻ കൊടുത്തിട്ട് അവിടെയാണ് ഫസ്റ്റ് ട്യൂബ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം 2 അടി ഗ്യാപ്പിൽ. അത് 8 അടി കറക്റ്റ് ടോപ്പിൽ ചെല്ലുമ്പോൾ ജോയിൻറ്റ് വരണം. ഇനി 8x4 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 4 അടി സെൻറ്റർ വരുമ്പോൾ ജോയിൻറ്റ് പർലിങ്ങിൻ്റെ സെൻറ്ററിൽ വരണം. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. പ്രസ് 4 അടി സെൻറ്റർ വരാവുന്ന രീതിയിലും പർലിങ് 2 അടി സെൻറ്റർ വരാവുന്ന രീതിയിലുമാണ് അടിക്കുന്നത്. ഏറ്റവും അടിയിൽ മാത്രം ഒരല്പം കുറവായിരിക്കും, കാരണം പ്രൊജക്ഷൻ കൊടുക്കുന്നതനുസരിച്ച്. ഇങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടതും. പിന്നെ അതിൽ സ്റ്റാർ സെൽഫ് സ്ക്രൂ വെച്ചിട്ടാണ് വി ബോർഡ് പിടിപ്പിച്ചിരിക്കുന്നത്. 12 mm വി ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തിക്കൻസ് ഒന്ന് കാണിക്കാം. 12 mm വി ബോർഡാണ് നോർമലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഷിംഗിൾസ് ഫിക്സ് ചെയ്യുന്നത്. ഷിംഗിൾസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ജോയിൻറ്റിൽ ഇപ്പോൾ സിലിക്കൺ അടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ടാർഫെൽറ്റ് വീതി കുറച്ചിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ വല്ലതും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടും ചെയ്യാം. അത് ഈ ബോർഡിൻ്റെ ഗ്യാപ്പിൽ ലീക്ക് വരാതിരിക്കാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഷിംഗിൾസ് കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പിൽ കൂടെ ലീക്ക് വരില്ല. ഇനിയിപ്പോൾ ഷിംഗിൾസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് കാണിക്കാം. ഷിംഗിൾസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടർ അടിക്കണം. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പീസാണ് അടിക്കേണ്ടത്. അത് ആദ്യമൊക്കെ ഷിംഗിൾസ് വരുമ്പോൾ സ്റ്റാർട്ടർ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോർമലി ഇപ്പോൾ ഷിംഗിൾസ് ഫുൾ ഷീറ്റാണ് വരുന്നത്. ഈ ഫുൾ ഷീറ്റിൻ്റെ ഹാഫ്, അതായത് ഈ സൈഡാണ് നമുക്ക് വിരിക്കേണ്ട അല്ലെങ്കിൽ പുറത്ത് കാണുന്ന പോർഷൻ. ഇതാണ്, ഇത് ഓവർലാപ്പ് പോർഷനാണ്. ഈ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് തിരിച്ചിട്ടിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ 2 പോർഷനാണ് നോർമലി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഇതേമാതിരി 2 പീസായിട്ട് വരും. ഓക്കെ, ഇത് നമുക്ക് ഏറ്റവും ടോപ്പിൽ റിഡ്ജ് പോർഷനിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് അടിക്കേണ്ടി വരും. അന്നേരം ഈ പീസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഈ സ്റ്റാർട്ടർ പോയിൻ്റാണ്. സ്റ്റാർട്ടർ പോയിന്റിൽ ഓക്കെ, ഈ പോർഷൻ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെക്കുമ്പോൾ താഴോട്ടുള്ള ചാട്ടം നമ്മൾ ഒരു 1 ഇഞ്ച് വരെ മാക്സിമം കൊടുത്താൽ മതി. ഒരുപാട് ചാട്ടമായി കഴിഞ്ഞാൽ ഇത് ഒടിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ 1 ഇഞ്ച് 3/4 ഇഞ്ച് ഗ്യാപ്പിലേക്കാണ് നമ്മൾ ചാട്ടം കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതാദ്യം ഫിക്സ് ചെയ്യണം. ഒരു ഷീറ്റിൽ 3 സ്ക്രൂ അല്ലെങ്കിൽ ആണി ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നോർമൽ ചെയ്തിരുന്നത് ആണിയാണ് നോർമൽ ചെയ്തിരുന്നത്. ബ്രൂട്ടസ് ആണ്, ചെറിയ ബ്ലാക്ക് കളറിലെ ആണി. അതാണെങ്കിൽ ഒരു 3 ആണി ഈ പോയിന്റിൽ അടിക്കും, അല്ലെങ്കിൽ സ്ക്രൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോർമലി ബ്രൂട്ടസ് ആണിയാണ് ഉപയോഗിക്കുന്നത്. ബ്രൂട്ടസ് ആണിയാണെങ്കിൽ വെച്ചിട്ട് ഒരു സെൻറ്ററിൽ 2 എൻഡിലും അങ്ങനെ 3 ആണി അടിക്കണം. ഇല്ലെങ്കിൽ സ്ക്രൂ ആണെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ ചെറിയ സ്ക്രൂ മേടിക്കാൻ കിട്ടും. അപ്പോൾ സ്ക്രൂ അല്ലെങ്കിൽ ആണി ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ ഉപയോഗിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാപ്ലെയർ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റാപ്ലെയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഫ്ലൈവുഡിലേക്ക് അടിക്കുന്ന സ്റ്റാപ്ലെയർ കണ്ടിട്ടുണ്ടാകും. ആ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ നോർമലി ഇത്തരത്തിലുള്ള സ്റ്റാപ്ലെയർ ഉപയോഗിക്കാറുണ്ട്. ഇതുകൊണ്ട് വി ബോർഡിൽ അടിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കയറില്ല. കണ്ടോ, ഇത് പൊന്തി. അപ്പോൾ സ്റ്റാപ്ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, ഈ തരം സ്റ്റാപ്ലെയർ ഗണ്ണുകൊണ്ട് ഉപയോഗിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈവുഡിലേക്ക് മാത്രമാണ് ഇത് കയറുക, അല്ലാത്തതിൽ കണ്ടോ ഈ ബോർഡ് ആയതുകൊണ്ട് ശരിക്കും കയറില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് കയറാൻ നിൽക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല, പല ആളുകളും അത്തരത്തിലുള്ള ഗണ്ണ് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ തന്നെ നമ്മുടെ എയറിൽ വർക്ക് ചെയ്യുന്ന, അതായത് കംപ്രസറിൻ്റെ എയറിൽ വർക്ക് ചെയ്യുന്ന ഗണ്ണുണ്ട്. ഇതാണ് ആ മോഡൽ.
ന്യൂമാറ്റിക് ഗണ്ണാണ് ഇതിന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എയർലി. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമുക്ക് ഈ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരും. ഈ പോർഷനിലാണ് നമ്മൾ സ്റ്റാപ്ലർ ഉപയോഗിക്കുന്നത്. ഈ മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 10 mm ആണ് ഹൈറ്റ് വരുന്നത്. 10 mm ടൈപ്പാണ്. നമുക്ക് 12 mm ഉപയോഗിക്കാം. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുക. അതിനുശേഷം ഇത് ലോക്ക് ചെയ്യുക. അതിനുശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിപ്പോൾ കാണിച്ചു തരാം. അതിന് അടിച്ച് കാണിച്ചു തരാം. ആണോ നോക്കാം. ഇത് പഴയ മറ്റേ നോർമൽ കണ്ണ് വെച്ചെടുത്തത്. ഇത് വെച്ചടിക്കുമ്പോൾ പ്രത്യേകത അത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്ക്രൂ അടിക്കുകയോ അല്ലെങ്കിൽ ആണി അടിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇത് ചെയ്യാം. ഇതിൻ്റെ തന്നെ ആണി ഇതേപോലെ പഞ്ച് ചെയ്യുന്ന മെഷീനുണ്ട്. പക്ഷേ അതിന് വരുന്നത് 20 mm ആണ് നമുക്ക് നേരിട്ട് മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് സ്റ്റാപ്ലർ 10 mm മുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒന്ന് നോക്കാം. ഇവിടെ ഇതാണ് ഷീറ്റിൻ്റെ ജോയിൻറ്റ് വന്നിരിക്കുന്നത്. ഈ ജോയിൻറ്റിൽ ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിൽ സിംഗിൾസ് വിരിക്കരുത്. കാരണം ജോയിൻറ്റ് നേരെ വരാൻ പാടില്ല. നമ്മുടെ ഓടൊക്കെ വിരിക്കുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, അതേ മോഡൽ വിരിക്കണം. ഇപ്പോൾ സെൻറ്റർ ഇവിടെയാണെങ്കിൽ ഈ ഷീറ്റിൻ്റെ സെൻറ്റർ ദിവസം വരാവുന്ന രീതിയിൽ ലെവൽ കട്ട് ചെയ്യാം. അതിനുശേഷം ഇത്രയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഭവമാണ് സിംഗിൾസ് ചെയ്യുമ്പോൾ. അടുത്ത സിംഗിൾസ് ഇങ്ങനെ വെക്കാം. അടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ സെൻറ്ററിലാണ് വെക്കേണ്ടത്. സെൻറ്ററിൽ വെക്കണം. സെൻറ്ററിൽ വെക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ ലൈൻ കൊടുത്തിരിക്കുന്നത് വരെ നമുക്ക് വെക്കാൻ സാധിക്കും. അതായത് ഇത്രയും പോർഷൻ വരെ നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇതിനെ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉപയോഗിക്കാം. അതായത് മാക്സിമം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പേസ് ഈ ലൈൻ ഇട്ടിരിക്കുന്ന ഗ്യാപ്പ് വരെയാണ്. അപ്പോൾ ആ ലൈൻ കാണാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും. ഏകദേശം ഒരു 6 ഇഞ്ചോളം കിട്ടും. അല്ല ഈ ഒരു ഡിസൈൻ മാത്രം മതിയെങ്കിൽ നമ്മളിങ്ങനെ താഴോട്ട് ഇറക്കിയാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് അളവ് കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. ഇതിപ്പോൾ ഉരുകി വെയിലുള്ളതുകൊണ്ട് ഉരുകി ഒട്ടിയിട്ടുണ്ട്. ഇനി പൊന്തി പോരില്ല. ഇതേപോലെ കറക്റ്റ് ആ ഗ്യാപ്പിനോട് ചേർത്ത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് കിട്ടും. മറ്റാണെങ്കിൽ ഇതേപോലെ ഒരു ഫ്ലാറ്റ് പോർഷൻ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ഷിംഗിൾസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഷിംഗിൾസ് ടോപ്പിൽ വരുമ്പോൾ റിഡ്ജ് ഷിംഗിൾസിൻ്റെ തന്നെ പ്ലെയിനായിട്ട് ഇതേ മോഡൽ പ്ലെയിനായിട്ട് വരുന്ന പീസുണ്ട്. ഒരു ഷീറ്റുമ്പോൾ 3 റിഡ്ജ് വരെ ഉണ്ടാവും. അപ്പോൾ ആ നോർമൽ റിഡ്ജ് അടിക്കുന്നത് ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് അപ്പുറം സ്ക്രൂ അടിക്കുക. അല്ലെങ്കിൽ എളുപ്പത്തിന് ഇത്തരത്തിലുള്ള കണ്ണ് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഈ സ്റ്റാപ്ലർ നല്ല പ്രഷറിൽ നമ്മൾ തോക്ക് വെച്ച് വെടിവെക്കുന്നോട്ട് പോകും. അതുകൊണ്ട് ആരുടെ ഫേസിലേക്കൊന്നും കാണിച്ചിട്ട് ചെയ്യരുത്. നമ്മൾ വർക്കിന് മാത്രം ഉപയോഗിക്കാം. ഇതിലെ ഈ ട്രിഗറിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. കണ്ടോ, അടിച്ച് തെറിച്ച് പോകും. അപ്പോൾ ഗണ്ണ് പോലെ വരുന്നതാണ്. അതുകൊണ്ട് സേഫ്റ്റിയോടുകൂടി ചെയ്യാം. സേഫ്റ്റിയോടുകൂടി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ വളരെ സ്പീഡിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സ്ക്രൂ അടിക്കുകയാണെങ്കിൽ ഒരു 3 സ്ക്രൂ അടിക്കുന്ന സമയം ഒന്നൊന്ന് ഞാൻ ആലോചിച്ച് നോക്കാം. അതിൻ്റെ ഒരു സ്ക്രൂ അടിക്കാനുള്ള ടൈം വേണ്ട. ഇത് 3 പഞ്ച് ചെയ്യാം. ആണോ, പരിപാടി സിമ്പിൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഏകദേശം കുറച്ച് രൂപങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇത്തരത്തിലൊക്കെയാണ് നമ്മളുടെ ഷിംഗിൾസിൻ്റെ വർക്കുകൾ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയും ഇത്തരത്തിലാണ്. പോയിന്റിലൂടെ വെള്ളം ഇറങ്ങിയാൽ നേരെ ഈ ഷീറ്റിൽ വരും.
അപ്പോൾ ഈ ഷീറ്റിൽ വരുമ്പോൾ നേരെ ഇങ്ങോട്ട് ഒഴുകി പോകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അതുകൊണ്ടാണ് അതിൻ്റെ ജോയിൻ്റ് നേരെ വരരുതെന്ന് പറയുന്നത്. നേരെ വരാണ്ട് ഇങ്ങോട്ട് മാറി ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നാലും ആ ഗ്യാപ്പിലേക്ക് വെള്ളം ഇറങ്ങിയാൽ അതൊഴുകി ഇങ്ങോട്ട് വരും. എല്ലാം ജോയിൻറ്റിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ അത്ര മുട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു കാരണവശാലും നമുക്ക് ഇത് ഇങ്ങനെ ഓവർലാപ്പ് കയറ്റി വെക്കാൻ പാടില്ല. ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓവർലാപ്പ് കയറ്റിയല്ല ഇത് വെക്കുന്നത്. ഇത് നേരെ തന്നെയാണ് ഇരിക്കേണ്ടത്. നേരെ ജോയിൻ്റ് ചെയ്ത് വിരിച്ചു പോകണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതേപോലെ ഈ ജോയിൻറ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. വി ബോർഡ് അടിക്കുമ്പോൾ ജോയിൻറ്റിൽ സിലിക്കിനിടാൻ സാധിച്ചില്ലെങ്കിൽ ടാർ ഷീറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് പൊട്ടിക്കുന്ന നന്നായിരിക്കും. ആ ജോയിൻറ്റിലൂടെയുള്ള ലീക്കുകൾ പരമാവധി കുറക്കാൻ സാധിക്കും. പിന്നെ ഇതേപോലെ ഷിംഗിൾസ് മുകളിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ലീക്കൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും വി ബോർഡ് അടിച്ച് മഴയൊക്കെ കൊള്ളുമ്പോൾ ലീക്ക് അതിലെ വെള്ളം ഇറങ്ങി ബോർഡ് ഡാമേജ് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ ഫ്രെയിമിനുള്ളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.